നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യയിലേക്ക് ക്ഷണിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 5 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ചർച്ചയ്ക്കിടെയാണ് മോദിയെ റഷ്യയിലേക്ക് ക്ഷണിക്കുന്നതായി പുടിൻ അറിയിച്ചത്. ഞങ്ങളുടെ സുഹൃത്ത് പ്രധാനമന്ത്രി മോദിയെ റഷ്യയിൽ കാണാൻ ഏറെ സന്തോഷമുണ്ടെന്ന് ജയശങ്കറിനോട് പുടിൻ പറഞ്ഞു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയാശംസകൾ നേരാനും പുടിൻ മറന്നില്ല. പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിക്കാൻ ഡോക്ടർ ജയശങ്കറിനോട് ആവശ്യപ്പെടുകയും കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയെ റഷ്യ സന്ദർശിക്കാൻ പുടിൻ ക്ഷണിക്കുകയും ചെയ്തു. ഏതു രാഷ്ട്രീയ സഖ്യം അധികാരത്തിൽ വന്നാലും ഇന്ത്യയുമായിട്ടുള്ള ഊഷ്മള ബന്ധം മാറ്റമില്ലാതെ തുടരുമെന്നും പുടിൻ അറിയിച്ചു. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. രാഷ്ട്രീയ ശക്തികൾ എന്തായാലും ഇന്ത്യയും റഷ്യയും തമ്മിൽ പരമ്പരാഗത ബന്ധം നിലനിൽക്കുമെന്നും പുടിൻ പറഞ്ഞു. യുക്രൈൻ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാൻ എന്തും ചെയ്യാൻ മോദി തയ്യാറാണെന്ന് തനിക്കറിയാമെന്ന് പുടിൻ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ഇന്ത്യയുമായി പങ്കുവയ്ക്കാൻ റഷ്യ ഒരുക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി തവണ മോദിയുമായി യുക്രൈനിലെ വിഷയം ചർച്ച ചെയ്തിരുന്നു. എന്തും ചെയ്യാൻ അദ്ദേഹം ഒരുക്കമാണ്. ആ സാഹചര്യത്തിൽ കൂടുതൽ ആഴത്തിൽ വിഷയത്തെ പരിഗണിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നും കൂടിക്കാഴ്ചയ്ക്കിടെ പുടിൻ പറഞ്ഞു. ലോകമെമ്പാടും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഏഷ്യയിലെ നമ്മുടെ യഥാർത്ഥ സുഹൃത്തായ ഇന്ത്യയുമായുള്ള ബന്ധം വർദ്ധിച്ചു വരുന്നു എന്നത് ശ്രദ്ധിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രസക്തവും സമകാലികവുമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനും റഷ്യൻ ഇന്ത്യൻ ബന്ധത്തിന്റെ സാധ്യതകളുമായി സംസാരിക്കാനും ഞങ്ങൾക്ക് കഴിയും. അടുത്ത വർഷം ഇന്ത്യക്ക് തിരക്കേറിയ രാഷ്ട്രീയ ഷെഡ്യൂൾ ഉണ്ടാകും. എന്നിരുന്നാലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറയും. പാർലമെന്റിലെ പൊതു തിരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതിലെല്ലാ വിജയവും ആശംസിക്കുന്നു. രാഷ്ട്രീയ ശക്തികൾ എന്തായാലും നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ പരമ്പരാഗത സൗഹൃദ ബന്ധം നിലനിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ജയശങ്കർ ചർച്ച നടത്തി. അടുത്ത വർഷം പുടിനും മോദിയും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ജയശങ്കർ പറഞ്ഞു. ഇതുവരെ ഇരു രാജ്യങ്ങളും തമ്മിൽ 21 വാർഷിക ഉച്ചകോടികൾ നടന്നു. 2021 ഡിസംബറിൽ ഡൽഹിയിലായിരുന്നു അവസാന ഉച്ചകോടി. അതേസമയം ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പദത്തിലേക്ക് നീങ്ങുകയാണ് പുടിൻ. റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വ്ളാദിമിർ പുടിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക നടപടികളും പൂർത്തിയായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പുടിന്റെ നാമനിർദ്ദേശ പത്രിക രജിസ്റ്റർ ചെയ്തിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിന് ആവശ്യമായ രേഖകൾ കമ്മീഷന് കൈമാറിയതായി പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പുടിൻ മത്സരിക്കുന്നത്. യുണൈറ്റഡ് റഷ്യൻ പാർട്ടിയിലെ ഭാരവാഹികളും റഷ്യൻ ചലച്ചിത്ര താരങ്ങളും ഗായകരും കായിക താരങ്ങളും മറ്റ് പ്രമുഖ വ്യക്തികളുമാണ് പുടിനെ പിന്തുണച്ചത്. റഷ്യൻ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ 40 പ്രദേശങ്ങളിൽ നിന്നുള്ള 3 ലക്ഷം പേർ പിന്തുണയ്ക്കണം. എന്നാൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ 500 പേർ പിന്തുണച്ചാൽ മതി. 5ാം അംഗത്തിന് ഇറങ്ങുന്ന പുടിൻ കൂടുതൽ കാലം റഷ്യൻ പ്രസിഡന്റായ വ്യക്തിയാണ്. 1999 ബോറിസ് എൽസിന്റെ പെട്ടെന്നുള്ള രാജിയെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത പുടിൻ 2000 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രസിഡന്റായി. 2004 വീണ്ടും ജയിച്ചു. 2 തവണയിൽ കൂടുതൽ തുടർച്ചയായി പ്രസിഡന്റ് ആകാൻ കഴിയില്ലെന്ന വ്യവസ്ഥയുള്ളതിനാൽ 2008 മെയ് 8 മുതൽ 2012 വരെ പ്രധാനമന്ത്രി പദവിയാണ് അദ്ദേഹം വഹിച്ചത്. ദിമിത്രി മെദ്വദേവ് ആയിരുന്നു ഈ കാലയളവിൽ പ്രസിഡന്റ്. 2012 തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും പ്രസിഡന്റായ അദ്ദേഹത്തിന് പിന്നീട് മാറേണ്ടി വന്നിട്ടില്ല.